എന്താ ഭാമ? എന്തു പറ്റി അമ്മ? എന്താ അമ്മ? അമ്മ എന്താ? ഒരു തലകറക്കം പോലെ, പ്രഷർ വല്ലതും കൂടിയതായിരിക്കും. അരുന്ധതി, നീ പോയി ആ BP മെഷീൻ എടുത്തിട്ട് വാ. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, വെള്ളം അല്ലാതെ മറ്റൊന്നും ഇന്ന് അമ്മ കഴിച്ചിട്ടില്ല. ആ അതന്നെ കാരണം. ആഹാരം ഉള്ളിലോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ആരോഗ്യം കാണുമോ? ഞങ്ങളെ ആഹാരം കഴിക്കാൻ അമ്മ നിർബന്ധിക്കുമല്ലോ, എന്നിട്ട് അമ്മ എന്താ കഴിക്കാത്ത? എന്റെ കുഞ്ഞ് എവിടെയാന്നറിയാതെ എനിക്ക് ആഹാരം ഇറങ്ങില്ല മോളെ. അമ്മ ഒരിക്കൽ തളർന്നു വീണാ പിന്നെ എഴുന്നേക്കാൻ പാടാ. അതുകൊണ്ടാ സമയത്തിന് എന്തെങ്കിലും കഴിക്കണമെന്ന് പറയുന്നത്. ഇത് ചേച്ചി. ആ പിടിച്ചേ. ചുമ്മാതല്ല, BP കൂടുതലാ അമ്മേ. ഹോസ്പിറ്റലിൽ പോണോ ഭാവന? വേണ്ട മോനെ, അമ്മേ ഞാൻ ഗുളിക കഴിക്കാൻ മറന്നുപോയതുകൊണ്ടാ. എന്താ അമ്മേ, എന്നും രാവിലെ ഓരോന്ന് കഴിക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഓർമ്മയില്ല. ആന്റി ധൈര്യമായിട്ടിരിക്കുക. ഭാനുവിനെ സുരക്ഷിതമായി തന്നെ ആന്റിയുടെ മുന്നിൽ എത്തിക്കും. നിങ്ങൾ പോയിട്ട് അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്ക്. നോക്കട്ടെ അമ്മ കഞ്ഞി കുടിക്കുമെന്ന്. ശരി ശരി, വാ. ആഹാരം കഴിച്ചിട്ട് ഇനി ഗുളി കഴിച്ചാൽ മതി. ആന്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സാരമില്ല മോനെ, ഞാനൊന്നും കഴിക്കാത്തതിന്റെ ആവും. അപ്പൊ അമ്മയ്ക്ക് തന്നെ അറിയാം. അമ്മേ, നമുക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും അത് താങ്ങാനുള്ള ആരോഗ്യം വേണമെങ്കിൽ ശരീരത്തിന് ആവശ്യമായത് നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അഭയം തേടാനേ കഴിയൂ. എന്റെ ബാനുവിനെ കുറിച്ചുള്ള വിവരമൊന്നും കിട്ടാതെ എനിക്കൊന്നിനും പറ്റില്ല മോളെ. ആന്റിയുടെ അതേ അവസ്ഥ തന്നെയാ ഭാവനയ്ക്കും. എന്നിട്ട് ഭാവന പിടിച്ചു നിൽക്കുന്നില്ലേ? നിന്റെ മനസ്സ് എത്രത്തോളം കരയുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ അവളെല്ലാം ഉള്ളിൽ ഒതുക്കുന്നത്. എന്നാലും നമ്മളോടൊക്കെ ഇത്രയും ശത്രുത ഇതാരായി കാണിക്കുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ ആന്റി. ഭാനു സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയതാണോ, അതോ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഭാനുവിനെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തിയതാണോ എന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അമ്മേ, അമ്മ നോക്കിക്കോ, ഒരു കുഴപ്പമില്ലാതെ ഭാനു തിരിച്ചു വരും. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. സൂര്യ, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സൂര്യ ഇവിടെ ഇരിക്കേ. ഭാവനേച്ചി ഇവിടെ ഉണ്ടായിരുന്നത് എത്ര നന്നായി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ദൈവത്തിനറിയാം ഭാമേച്ചി, ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നേ. ഭാനുവിനെ കണ്ടു കിട്ടുന്നത് വരെ അമ്മയുടെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ പേടിച്ചു പോയി ഭാമേച്ചി. അമ്മ തല ഇറങ്ങി വീണെങ്കിലോ? തക്ക സമയത്ത് ഭാവനേച്ചിയോട് ഉണ്ടാകുന്നത് കാര്യമായി. മായേച്ചി ഒന്ന് വിളിച്ചില്ലല്ലോ ഭാമേച്ചി. വേണ്ട, നമ്മളാരും ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടല്ലോ പോയത്. എന്നാലും മായേച്ചി കുറ്റപ്പെടുത്തിയില്ലേ? നമുക്കറിയില്ലായിരുന്നല്ലോ മായേച്ചി അറിയാതെയാണ് സേതുവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അല്ലെങ്കിലും സേതുവേട്ടൻ ഇത്തിരി എടുത്തേട്ടം കൂടുതലാ. തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യും. അല്ലെങ്കിൽ അരുന്ധതി തന്നെ ആലോചിച്ച് നോക്ക്, ആരെങ്കിലും ചോദിക്കാതെയും പറയാതെയും ഇത്രയും കാശ് എടുക്കോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേതുവേട്ടന്റെ സ്ഥാനത്ത് ഞാനോ ഭരത്തോ ആണ് അമ്മയുടെ അലമാരയിൽ നിന്ന് കാശെടുത്തതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഈ സേതുവേട്ടൻ തന്നെ ആദ്യം പ്രശ്നം ഉണ്ടാക്കൂലേ? അതൊക്കെ ശരി തന്നെയാ. ഉറപ്പായും സേതുവേട്ടൻ തന്നെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അവർക്കൊക്കെ എന്തോ ആവാല്ലേ? എന്തായി? തിളക്കുന്നേ ഉള്ളു ചേച്ചി.
ചേച്ചി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ പേടിച്ചു പോയേനെ. ഇപ്പൊ എല്ലാരും ഒന്ന് കരുതിയിരിക്കേണ്ട സമയ ഭാമേ. നമുക്ക് ചുറ്റും എന്താ നടക്കുന്നെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും എന്ത് നേരിടാനുള്ള മനസ്സ് വേണം നമുക്കുണ്ടാവാൻ. ഭാരതിനെ ഒന്ന് വിളിച്ച് ചോദിക്കാം മോനെ, അവളെ കണ്ടോന്നു. ഭാവന ഇപ്പം വിളിച്ച ആന്റി കിട്ടുന്നില്ല. ആന്റിയും കൂടി ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? സഹിക്കാൻ പറ്റുന്നില്ല മോനെ. അമ്മേ, അമ്മേ, ചൂടോടെ കഞ്ഞി കുടിക്കമ്മേ. ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കഴിക്കമ്മേ. അമ്മേ, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? ഞങ്ങൾ കഴിക്കാം ആന്റി. ആദ്യം ആന്റി കഴിക്കാം. കഴിക്കമ്മേ. അതെ മോളെ. പറ്റില്ലമ്മേ. ഈ കഞ്ഞി മുഴുവനും കുടിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടേണ്ടി വരും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ദാ കുടിക്ക്. ഹോസ്പിറ്റലിൽ പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ലല്ലോ, അപ്പൊ പിന്നെ കഞ്ഞി കുടിച്ചേ പറ്റൂ. ബാമേ, ആ ചമ്മന്തി കൂടി എടുത്തിട്ടോ. കഴിയുന്നതും നമ്മൾ വീണ് പോകാൻ നോക്കണം ആന്റി. പ്രായം കൂടി വരികയല്ലേ. മനസ്സിന്റെ ശക്തി ചോർന്നു പോയാൽ പിന്നെ ആരായാലും വീണു പോകും. എന്റെ കുഞ്ഞെവിടെയാണെന്നോ എന്ത് പറ്റിയെന്നോ ഒന്നും അറിയില്ലല്ലോ. ഇപ്പൊ അവൾ ഏതവസ്ഥയിലാണെന്ന് പോലും അറിയില്ല. ഓരോന്നാലോചിക്കുമ്പോ എന്റെ മനസ്സ് നിറുക. അമ്മയ്ക്ക് സേതുവേട്ടനും മായച്ചി അടുത്തില്ലാത്തതിന്റെ വിഷമമുണ്ട് സൂര്യ. അമ്മയത് പറയാത്തത്. ബാനുവിനെ കാണുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞിട്ടും അവനൊന്നും വരാൻ കൂട്ടാക്കിയില്ലല്ലോ. അമ്മയുടെ മുന്നിൽ വരാൻ പേടിച്ചിട്ടാ. ഒന്നും ആലോചിക്കാതെ സേതുവേട്ടൻ അങ്ങനെ ചെയ്തതിൽ കുറ്റബോധം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കരുതിയില്ലല്ലോ. കഴിക്കേ. എന്താ ചേച്ചി? അരുന്ധതി, ആ BP-യുടെ ടാബ്ലറ്റ് കൂടെ എടുത്തിട്ടോ. കഴിക്കമ്മേ. സേതുവും മായയും ഇങ്ങോട്ട് വരണ്ടെന്നായിരിക്കും തീരുമാനിച്ചേക്കുന്നത്. അതുകൊണ്ടാവും മോനെ രമേശിനെ പറഞ്ഞയച്ചത്. അങ്ങനെയൊന്നും അവർ ചിന്തിക്ക പോലും ഇല്ല അമ്മേ. അമ്മ വിഷമിക്കാതിരിക്കെ. അവരിങ്ങ് വരും. പൊടിക്കമ്മേ, ഇതോടി കഴിക്കേ. മോളെ, സേതുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. എന്തിനമ്മേ? പോയതുപോലെ വരട്ടെ. അമ്മമാരാവുമ്പോ പലതും പറയും. തെറ്റ് കണ്ടിട്ടല്ലേ പറയുന്നത്. മാമേ, വഴക്ക് പറഞ്ഞതും ഇപ്പൊ വിളിക്കാൻ പറഞ്ഞതും അമ്മയല്ലേ. പിന്നെ നിനക്കെന്താ? ഞാനാണ് ഇങ്ങനെ ആരോടും പറയാതെ കാശ് എടുത്തിരുന്നതെങ്കിലോ എന്നെ വെറുതെ വിടുമായിരുന്നു അമ്മ. ഈ സേതുവട്ടം തന്നെ ആദ്യം പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. വിട്ടുകള ഭാമ. സംഭവിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ ശത്രുത കൂട്ടാവുന്നല്ലേ ഉള്ളൂ. ഇതിന്റെ പേരിൽ തമ്മിൽ വഴക്കിട്ട് പിണങ്ങാനുള്ളതല്ല നിങ്ങളുടെയൊക്കെ ജീവിതം. സഹോദരങ്ങളില്ലാത്തതിന്റെ വേദന നന്നായിട്ട് അറിഞ്ഞവനാ ഞാൻ. നിങ്ങളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും സ്നേഹത്തോടെയുള്ള ചില നിമിഷങ്ങളും ഞാനെന്നും കൗതുകത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്തും നഷ്ടപ്പെടുത്താനും വേണ്ടെന്ന് വെക്കാനും എളുപ്പമാണ്.
തിരിച്ചു നേടിയെടുക്കാനാണ് പ്രയാസം. എനിക്ക് അവരോട് വെറുപ്പൊന്നുമില്ല ഏട്ടാ, വിഷമം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സേതുവേട്ടനും അയച്ചിയും മടങ്ങി വരും. വരാതെ എവിടെ പോവാനാ? പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടാവരുത്. സൂര്യ പറഞ്ഞതുപോലെ എന്ത് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയൂ. ഇപ്പൊ തന്നെ ഭാനുവിനെ കാണാതായപ്പോ അമ്മേ, ആരൊക്കെ എവിടെ വിഷമിക്കുന്നേ? നമ്മൾ സഹോദരങ്ങള്, പിന്നെ സൂര്യ. വേറെ ആരെങ്കിലും നമ്മുടെ മനസ്സ് മനസ്സിലാക്കുന്നുണ്ടോ? അമ്മ മതി മോളെ, കുറച്ചുകൂടി അമ്മ. ഇനി കുടിച്ച അമ്മ ഛർദിക്കും. എന്നാ പിന്നെ മതി ഭാവന. ടാബ്ലറ്റ് കുടിക്കമ്മ. മതിയോ? അമ്മ വാ, അമ്മ കുറച്ചേരം കിടക്ക്, ക്ഷീണം മാറട്ടെ. വാ, എഴുന്നേക്ക. ഭാമേ, ആ ഏട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി സഹോദരങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. ശരി ഏട്ടാ. നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെയാ, അതുകൊണ്ട് പറഞ്ഞതാ.